അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ അത് സംബന്ധിച്ചുണ്ടായിരുന്ന ഈ അന്വേഷണത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ കോടതി തള്ളിക്കളഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നടക്കുന്ന റെയ്ഡാണ്. അതിപ്പോൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. കാരണം ഇ ഡി ആണല്ലോ റെയ്ഡ് നടത്തുന്നത്. ഇ ഡിയുടെ എല്ലാ കാര്യങ്ങളോടും ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. ഏതായാലും അവർ നടത്തട്ടെ, എന്നിട്ട് എന്താ കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഈ മുഖ്യമന്ത്രി ഏതാ കോൺഗ്രസ് ഇ ഡി കൂട്ടുകെട്ടാണെന്നുള്ളതാണ് ആരോപണം. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇ ഡി ആയിട്ട് കൂട്ടുകെട്ടൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ട് ഇ ഡി മിക്കവാറും സെക്രട്ടേറിയറ്റിലേക്കും കയറും കുറച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇ ഡിനെ ഞങ്ങൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ഇ ഡിയുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്കൊരു അതിനാരും സീരിയസ് ആയിട്ട് എടുക്കുന്നുമില്ല. ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ടാണ് ഈ ഇ ഡി റെയ്ഡ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഈ CPM പ്രവർത്തകരൊന്നാകെ തെരുവിലിറങ്ങുന്നത്? മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ പാർട്ടി വാർത്താ സമ്മേളനം വിളിക്കുന്നു, പാർട്ടി പ്രവർത്തകരെ തെരുവിലിറങ്ങുന്നു. അത് മുഖ്യമന്ത്രിക്ക് നേരെയാണെങ്കിൽ, അല്ലെ ശിവഗ്രാം പിണറായി വിജയന് നേരെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോൾ തെരുവിലിറങ്ങുന്ന മുൻ മുഖ്യമന്ത്രിയോട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഇപ്പോൾ എല്ലാ വകുപ്പുകളും ഞങ്ങളുടെ കീഴിലായതുകൊണ്ട് അത്യാവശ്യം പോലീസ് വാഹനങ്ങൾ കല്ലെറിയുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ സമരം. എനിക്ക് അത്ഭുതം തോന്നിയത് നീറ്റ് പരീക്ഷയിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്, കേരള ഗവൺമെൻറ്റിനും. അതിനെന്തിനാ കേരള പോലീസിൻ്റെ വണ്ടിക്ക് കല്ലെറിയുന്നതിനാ? അത് മോഡിയുടെ വകയാണോ? അല്ലല്ലോ, കേരളത്തിൻ്റെ അല്ലേ. ഈ സമരം എന്ന് പറയുന്നത് ഇത് ഞാൻ പിണറായിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ഇവരൊക്കെ കമ്മിറ്റി യോഗങ്ങളിൽ പിണറായിനെ ചീത്ത വിളിക്കുന്നവരാണ്. ഇവരെറിയുന്നത് സർക്കാർ മറ്റേ കേരള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ നശിപ്പിക്കാനുള്ള ദുഷ്ടബുദ്ധിയോടുകൂടിയാണ് ഇവർ നടത്തുന്നത്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് ഈ റെയ്ഡ് എന്ന് പറയുന്നത്. അതായത് സംഘപരിവാറും കോൺഗ്രസും മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് ഇതൊന്നും ചെലവാകാത്ത തുരുമ്പിച്ച ആരോപണങ്ങൾ. ഇതൊക്കെ ആര് മൈൻഡ് ചെയ്യാൻ? മുഖ്യമന്ത്രി കണ്ടത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പറയാനാണ്. അത് പിണറായിയും ചെന്ന് കണ്ടിട്ട് മുമ്പ് ഓർമ്മയുണ്ടല്ലോ, ആറന്മുള കണ്ണാടി കൊടുത്തിട്ടില്ലേ? ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതിനെ പോയി. അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. കാരണം മറ്റേ ഗവൺമെൻറ്റാണ്. കേന്ദ്രത്തിൻ്റെ പല കാര്യങ്ങളും കേന്ദ്രത്തിൻ്റെ സഹായം വേണ്ടി വരും ആരാണെങ്കിലും. അതിന് ഇഗ്മാരിയൊക്കെ വ്യാഖ്യാനം കൊടുക്കുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞു ഇ ഡിയുടെ ഈ റെയ്ഡിനോടൊന്നും ഞങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇ ഡി അത്ര വലിയ സ്ഥാപനം ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അത് നോക്കുക, എന്തൊക്കെയാണ് നോക്കട്ടെ. അവിടെ എന്താ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അതിന്നിപ്പോൾ അതിൻ്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിട്ട് സംസാരിച്ചു. ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കൊടുത്തത് ഞങ്ങൾ ചാർജ് എടുക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു ഭരണസമിതി ഉണ്ട്, നിങ്ങൾക്കറിയാം. അത് കോടതിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗങ്ങൾ അതിലുണ്ട്. അപ്പോൾ അവരോട് ആഭ്യന്തര മന്ത്രാലയം അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാലത്ത് ഹോം മിനിസ്റ്റർ സംസാരിച്ചു, റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലേ തുടർ നടപടികൾ സ്വീകരിക്കും. അതിലെല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ദേവൻ്റെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന സമ്പ്രദായം അത് എവിടെ നടത്തിയാലും ശരിയല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയാലും ശരിയല്ല, ശബരിമലയിലും ശരിയല്ല. ഇതിങ്ങനെ ടെൻഡൻസി വളർന്നു വരിക. ഇവരാരും ഭക്തജനങ്ങളല്ല, കൈയിട്ട് വാരുന്നവൻ കള്ളന്മാരാണ് ആരാണെങ്കിലും. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ എല്ലാ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. ശബരിമലയിൽ ഒരു ചെറിയ പ്രയാസമുള്ളത്, ഈ സ്റ്റീവനെ നിയോഗിച്ചത് ഹൈക്കോടതിയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഒരു കൺകറൻസ് കിട്ടിയാൽ മാത്രമേ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയൂ. ആ കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരമന്ത്രിയായി ദേവസ്വം മന്ത്രിയായി ആലോചിച്ച് തുടർ നടപടികൾ അദ്ദേഹം തീരുമാനിക്കും. മാറ്റാൻ കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞാൽ ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കേണ്ടതുണ്ട്.